അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ്ങാണ്. അത് 42 ഇഞ്ചിൻ്റെ 44 ഇഞ്ച് അടിച്ച് കഴിഞ്ഞിട്ട് 42 ഇഞ്ച് വരും. 44 ഇഞ്ചാണ് അളവിൽ വരിക. സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് 42 ഇഞ്ച് വരുന്നൊരു ഫ്രോക്കാണ്. അതിന് ബോഡി ലെങ്ത് ഒരു 13 ഇഞ്ചും പിന്നെ ബോഡിൻ്റെ താഴേക്കായിട്ട് ഒരു 31 ഇഞ്ചുമാണ് എടുക്കുന്നത്. അപ്പം അങ്ങനെ 44 ഇഞ്ചാണ് തുണി എടുക്കുന്നത്. തുണി ഇപ്പോൾ ഇത് അടിഭാഗം ബോഡിൻ്റെ താഴേക്കുള്ള ഭാഗമാണ് എടുക്കുന്നത്. അതിൻ്റെ മാർക്കിന് ഒരു 31 ഇഞ്ച്. ബാഡി നീളം 13 ഇഞ്ച്. ചെസ്റ്റ് വീതി 9 ഇഞ്ച്. 18 ഇഞ്ചാണ് വരിക. 18 മൊത്തം 36 ഇഞ്ച്. 36ൻ്റെ പകുതി 9, 18, 18ൻ്റെ പകുതി 9, അങ്ങനെയാണ് ഈ കണക്ക് വരുന്നത്. 4 9 ഇഞ്ച്. മൊത്തം വീതി വരിക 36 ഇഞ്ചാണ്. 18, 18ൻ്റെ പകുതി 9, 9 അടുത്തത് അടിച്ച് കഴിയുമ്പോൾ തയ്യൽത്തും അടക്കാണിത്. അപ്പോൾ അടിച്ച് സ്റ്റിച്ചിങ് കഴിഞ്ഞ് വരുമ്പോൾ 34 ഇഞ്ചാണ് വരുള്ളൂ. പിന്നെ നെക്ക് വിഡ്ത്ത് 2.25 ഇഞ്ചാണ്. 2.25 ഇഞ്ച് നെക്ക് വിഡ്ത്ത്. പിന്നെ ഷോൾഡർ 4 ഇഞ്ച്. കൈക്കുഴി ആം ഹോൾ ഒരു 7 ഇഞ്ച്. ഇങ്ങനെ ചതുരായിട്ട് മാർക്ക് ചെയ്യാം. കൊണ്ട് ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് ഇത് നമുക്ക് ചതുരായിട്ട് മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഈ ഫോണിൻ്റെ ഉള്ളിൽ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് പിന്നെ ഇവിടെ ബോഡിൻ്റെ താഴെ ഭാഗം ഒരു ജസ്റ്റ് ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഷേപ്പ് ഇതൊന്ന് ഞാൻ തൂങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ബോഡിൻ്റെ സൈഡ് ഭാഗം ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യും. നെക്ക് വിഡ്ത്ത് 2.25 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇത് കോളറാണ് ഇതിന് നെക്ക് വരിക. അപ്പം താഴേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. നെക്കിൻ്റെ 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ചെറുതായിട്ട് റൗണ്ടായിട്ട്, നല്ല റൗണ്ടാക്കാതെ അങ്ങനെ ഒരു എല്ലാം റൗണ്ട് അല്ലാത്ത ജസ്റ്റ് കോളർ വെക്കാനുള്ളതായതുകൊണ്ട് അങ്ങനെ നെക്ക് മാർക്ക് ചെയ്യണം. പിന്നെ ഫ്രണ്ട് ഓപ്പൺ കൊടുത്തിട്ട് ബട്ടൺ ചെയ്യുക. അപ്പോൾ കോളർ വെക്കുമ്പോൾ ഭംഗിയിട്ടുള്ളൂ. ഫ്രണ്ടിന് ഓപ്പൺ ചെയ്യണം. ഇത് പീസ് വെച്ചിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് 2 ഭാഗം മടക്കിയിട്ട് അടിക്കുക ചെയ്യാം. അടിച്ചിട്ട് ബട്ടൺ വെക്കും. ഇങ്ങനെ വരും. ഇങ്ങനെ വന്നിട്ട് ബട്ടൺസ് വരും. ഇവിടെ കോളർ വരും. ബാക്ക് കട്ടിങ്ങിൻ്റെ ആവശ്യമില്ല. കോളർ ആയതുകൊണ്ട് ബാക്ക് കട്ട് ചെയ്യണ്ട. എന്തെന്ന് വെച്ചാൽ മതി. ഇനി കൈയാണ്. ഇത് കൈനീളം ഒരു അടിച്ച് കഴിഞ്ഞിട്ട് ഒരു 18 ഇഞ്ച് വരുന്ന ഇതാണ് വരിക. അതിന് തുണി എടുക്കുന്നത് ഒരു 16.5 ഇഞ്ചിനാണ് എടുക്കുന്നത്. ബാക്കി അവിടുന്ന് കപ്പാണ്. കപ്പ് അങ്ങനെ ഫുൾ കൈ ആയിട്ട് കപ്പ് വെച്ചിട്ടുള്ള മോഡലാണ്. അപ്പോൾ ഇതിന് 16.5 ഇഞ്ച് വേറെ ഞങ്ങൾ മാറ്റുന്നത്. പിന്നെ ലൂസ് ഒരു 7 ഇഞ്ച്. കൈക്ക് ആം ഹോള് 7 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് അത് 7 ഇഞ്ച് കൈയിൻ്റെ ലൂസ് മാർക്ക് ചെയ്യും. പിന്നെ അടിഭാഗം കൂടുതൽ വീതി കുറയ്ക്കാനില്ല. ഇവിടെ ഒരു ചെറിയ ചുരുക്കിട്ടിട്ടാണ് ഈ കപ്പ് ഇവിടെ കൊടുക്കുക. അപ്പോൾ ഇതിൽ 7 ഇഞ്ച് ഇവിടെ കൊടുക്കുന്നുണ്ട്. ചുരുക്കാക്കാനില്ല. പിന്നെ ഇവിടുന്ന് ഒരു 13.5 ഇഞ്ചിൽ ഒരു മാർക്ക്.
അടിയത്തെ കപ്പിൻ്റെ പീസാണ് എടുക്കുന്നത്. ആറിഞ്ച് വീതി ഉള്ള പീസാണ് വരുന്നത്. പിന്നെ ഈ വീതി കയ്യത്തും പടക്കൊരു 5.5 ഇഞ്ച്. ഇതിപ്പോൾ രണ്ട് കപ്പിനുള്ളതാണ് ഇങ്ങനെ വരിക. അത് കട്ട് ചെയ്യാം. ഇങ്ങനെ വരും. ചുരുക്കം വന്നാൽ ഇങ്ങനെ വരും. ഇത് ഇപ്പം കോളറിനുള്ളൊരു പീസാണ്. കോളർ മൊത്തം ഒന്നായിട്ടുള്ളൊരു കോളർ എടുക്കുന്നത്. മറ്റേ ചില കോളറിന് 2 പീസായിട്ട് വരും. അടിക്ക് നോക്കുമ്പോൾ ഫിറ്റ് ചെയ്യുന്നതൊന്നും അതിൻ്റെ മുകളിൽ വേറെ ആണുങ്ങളുടെ ഷർട്ടിൻ്റെ പോലത്തെ മുള്ളത് ഇപ്പോൾ ഇങ്ങനെ മടക്കി വെക്കുന്ന ഒരു കോളറാണ്. ഇനി 5 ഇഞ്ചിലൊരു പീസ് ഇങ്ങനെ ഇങ്ങോട്ട് വീതിയിൽ 5 ഇഞ്ചും ഇങ്ങോട്ട് 8.5 ഇഞ്ചും 8 ഇഞ്ച് അടിച്ചിട്ട് വരുള്ളൂ. 16 ഇഞ്ച് 8ൻ്റെ വീതിയിൽ ഇങ്ങനെ മാർക്ക് ചെയ്യാം. അങ്ങനെ പീസ് മാർക്ക് ചെയ്യാം. 8.5 ഇഞ്ച് ഇങ്ങോട്ടും ഇങ്ങോട്ട് 5 ഇഞ്ച് ഇട്ടത്. പിന്നെ ഇതിൽ ഇവിടെ ഒരു 1/2 ഇഞ്ച് കട്ട് ചെയ്തിട്ട് ഷേപ്പാക്കി ഇങ്ങനെ മാർക്ക് ചെയ്യും. ഈ മടക്കുള്ള ഭാഗം ഇങ്ങനെ ഈ കോളറിൻ്റെ കൂർപ്പായിട്ട് വേണം. ഇവിടെ ഇത് നമ്മൾ നെക്കുമേലെ ഫിറ്റ് ചെയ്യുന്ന ഭാഗമാണ്. ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേറെ ഇടുക. ഇതിൻ്റെ സ്റ്റിച്ചിങ് വരും കേട്ടോ. അപ്പോൾ ശരിക്കും കറക്റ്റ് മനസ്സിലാവും.